നമസ്കാരം. ആലപ്പുഴ ഗൺമാന്റെ അതിക്രമത്തിൽ പുനരന്വേഷണം. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിന് രാഷ്ട്രീയമായ ഒരു മാനദണ്ഡമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ ഗുണ്ടായിസം കാണിച്ച ഗൺമാനും ഒപ്പമുണ്ടായിരുന്ന കാക്കിക്കുള്ളിലെ ക്രിമിനലുകൾക്കും അധികാരം തിരിച്ചുപിടിച്ച കോൺഗ്രസ് സർക്കാർ നൽകിയ ആദ്യത്തെ തിരിച്ചടി തന്നെയാണിത്. 2023 ഡിസംബറിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയപ്പോൾ റോഡരികിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും സെക്യൂരിറ്റി ജീവനക്കാരും വണ്ടിയിൽ നിന്നിറങ്ങി ലാത്തി വെച്ച് വളഞ്ഞിട്ട് തലയടിച്ച് പൊളിച്ച ആ ക്രൂരമായ കാഴ്ച കേരളം കണ്ടതാണ്. അന്ന് അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിളിച്ച നാണംകെട്ട രീതിയിൽ ന്യായീകരിച്ച ആളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ കേസിൽ കൃത്യമായ പുനരന്വേഷണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭരണം മാറിയതോടെ ആ പഴയ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോൾ ശരിക്കും പണി പാളിയിരിക്കുകയാണ്. എന്തായിരുന്നു അന്ന് ആലപ്പുഴയിൽ നടന്ന യഥാർത്ഥ സംഭവമെന്ന് നമ്മൾ കൃത്യമായി ഓർക്കണം. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള സദസ് ബസിന് നേരെ KSU ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് റോഡരികിലേക്ക് മാറ്റിയതുമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോയതിന്റെ തൊട്ടു പിന്നാലെ പുറകിലെ അകമ്പടി വാഹനത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗൺമാൻ അനിൽകുമാറും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും ലാത്തിയുമായി ചാടിയിറങ്ങി ഈ പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അന്നത്തെ അടിയുടെ ആഘാതത്തിൽ A.D. തോമസിന്റെ തല പൊട്ടുകയും അജയ് ജൂവലിന്റെ കൈ ഒടിയുകയും ചെയ്തു. അതിനുശേഷം അന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് തന്റെ ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലുന്നത് താൻ കണ്ടിട്ടില്ലെന്നാണ്. അവർ പ്രവർത്തകരെ വണ്ടിയിടിക്കാതെ മാറ്റാൻ നോക്കിയതാണ്. ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവിടെ നടത്തിയതും എന്നാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അന്ന് പിണറായി വാർത്താ സമ്മേളനം നിർത്തി ഓടിയതും കേരളം കണ്ടതാണ്. കോടതി ഉത്തരവുണ്ടായിട്ട് പോലും മുൻപ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്റെ ഇഷ്ടക്കാരെ തൊടാൻ പോലീസിനെ അനുവദിച്ചിരുന്നില്ല. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി IPC 294B 324 326 വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടും 5 മാസത്തോളം അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിച്ചു. 2 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഗൺമാന്മാർ ആരും തന്നെ ഹാജരായുമില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അതീവ രഹസ്യമായാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP തിരുവനന്തപുരത്തെത്തി ഇവരുടെ മൊഴിയെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇടപെട്ടതെന്നാണ് ഇവർ ഇപ്പോഴും നൽകിയിരിക്കുന്ന മൊഴി. അവിടെയാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ക്രൂരതയും അഴിമതിയും പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ക്രൂരമായ മർദ്ദനം നടത്തിയ 1ാം പ്രതിയായ ഗൺമാൻ അനിൽകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി സർക്കാർ അദ്ദേഹത്തെ AR ക്യാമ്പിൽ ഇൻസ്പെക്ടറായി നിയമിക്കുകയും ചെയ്തിരുന്നു. കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്പെക്ടർ തസ്തിക 2010 തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർത്തിവെച്ചതാണ്. ഈ ഒരു പ്രതിയെ മാത്രം നിയമിച്ചാൽ അഴിമതി പുറത്താകുമെന്ന് പേടിച്ചായിരിക്കും അനിൽകുമാറിനൊപ്പം ബാക്കി 10 പേരെ കൂടി ഇതേ തസ്തികയിലേക്ക് പിണറായി സർക്കാർ നിയമിക്കുകയും ചെയ്തു. ഈ കേസിൽ പെടുന്ന ഒരാൾ ഇപ്പോൾ വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം പോലും അട്ടിമറിക്കുന്ന എത്ര ക്രൂരമായ ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഓർത്തു നോക്കൂ. പഴയ തണലും സംരക്ഷണവും ഇനി ഈ പ്രതികൾക്ക് കൂട്ടില്ല. കോടതി ഉത്തരവ് പ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞുവെന്നും ഗൺമാന്മാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗൺമാൻ അനിലും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും അടക്കം കണ്ടാലറിയാവുന്ന 5 പ്രതികൾക്കെതിരെയാണ് കേസ്. ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ രഹസ്യമായിരിക്കില്ല, മറിച്ച് നിയമത്തിന്റെ വഴിയിലൂടെ കൃത്യമായിരിക്കും. വന്യമായ രീതിയിൽ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ അക്രമം അഴിച്ചുവിട്ടവർ ആരായാലും അവർക്ക് നിയമത്തിന് മുൻപിൽ മറുപടി പറയേണ്ടി തന്നെ വരും. ഭരണം മാറിയതോടെ പോലീസിനെ സ്വന്തം അടുക്കളയിലെ ഗുണ്ടകളാക്കി മാറ്റിയ പിണറായിയുടെ തന്ത്രങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. അന്ന് ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞ് സ്വന്തം ഗൺമാനെ സംരക്ഷിച്ച പിണറായി വിജയന്റെ ആ നിലപാടിന് ഇപ്പോൾ സതീശൻ സർക്കാർ നൽകിയ ഈ തിരിച്ചടി ഒരുപാട് പ്രതീക്ഷകളാണ് കേരള സമൂഹത്തിന് നൽകുന്നത്.